കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഒരു വാഗ്ദാനത്തിന്റെ ബാക്കി പത്രമാണ്. കഴിഞ്ഞ മാസം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ടൗൺഷിപ്പിനായി ഇന്ത്യയിലെ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ കല്ലിട്ട് പോയ സ്ഥലമാണിത്. ഒരു പണിയും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ശിലാഫലകം തൊട്ടടുത്ത കെട്ടിടത്തിൽ ചാരി വച്ചിരിക്കുന്നു. അതുമാത്രമാണ് പദ്ധതിയുടെ സാക്ഷിയായി ബാക്കിയുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ടൗൺഷിപ്പിന് തറക്കല്ലിട്ടത്. ചടങ്ങിൽ പങ്കെടുത്തവർ വെള്ളം കുടിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ പോലും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അന്നിട്ടിരുന്ന പന്തലഴിച്ചു മാറ്റി. ശിലാഫലകം സുരക്ഷിതമായി ചാരി വെച്ചു. പണികൾ എന്നാരംഭിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. ടൗൺഷിപ്പിന്റെ ലേഔട്ട് ആയിട്ടില്ലെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുമാണ് DCC പ്രസിഡന്റ് TJ ഐസക് പറയുന്നത്. ഇങ്ങനെയല്ല ദുരന്തം നേരിട്ട ഒരു ജനതയോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം കാണിക്കേണ്ടത്. സാൻജോ ബേബി, മനോരമ ന്യൂസ്, വയനാട്.